തെലങ്കാനയിലെ നാഗർകുർണൂൾ ജില്ലയിൽ ടണൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി. അർദ്ധരാത്രിയോടെ സൈന്യത്തിന്റെ സംഘം ടണലിനകത്ത് എത്തി. 8 പേരാണ് ഈ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ അത് സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ പ്രതീക്ഷ വെക്കാമോ? ജയലക്ഷ്മി, ഏതായാലും പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഓരോ രക്ഷാപ്രവർത്തനവും മുന്നോട്ട് പോവുക. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുകയാണ്. അതായത് ഇന്നലെ രാവിലെ ഏതാണ്ട് ഈ നേരത്താണ് ഈ അപകടമുണ്ടായതെന്നാണ് തെലങ്കാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ പിന്നിടുമ്പോൾ 8 ജീവനുകളാണ് അതിനുള്ളിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അതിൽ 6 തൊഴിലാളികളും 2 എഞ്ചിനീയർമാരുൾപ്പെടെ 8 പേരാണുള്ളത്. ഇവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. ഇന്നലെ ഈ ടണൽ ഇടിഞ്ഞ സ്ഥലത്തേക്ക് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ സൈന്യത്തിൻ്റെ അംഗങ്ങൾ, വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഏതാണ്ട് മുട്ടിന് മുകളിൽ ചെളി അല്ലെങ്കിൽ അരയ്ക്കൊപ്പം ചെളി അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഇത് മറികടന്ന് വേണം ഈ അപകടം ഉണ്ടായ എക്സാറ്റ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ SDRF ഒക്കെ ആളുകൾ, രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഏതായാലും ഇന്നലെ രാത്രി മുഴുവനും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിളിച്ച് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ തേടിയിരുന്നു. എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഈ സീലിംഗിലുണ്ടായിട്ടുള്ള ചോർച്ചയാണ്. വിള്ളലിലൂടെ വെള്ളം ഇറങ്ങിയാണ് ഈ ഇതിൻ്റെ ടണലിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞു വീണതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് അതീവ ദുഷ്കരമാണ്. രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചെളിയുണ്ട്, അതുപോലെ തന്നെ ഈ ടണൽ വെള്ളം കൊണ്ടുപോകുന്ന ടണൽ കൂടിയാണ്. വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സും മറ്റ് സൈന്യങ്ങളും ഒക്കെ സംയുക്തമായി തന്നെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹൈ കപ്പാസിറ്റി, അതായത് പമ്പിംഗ് ചെയ്ത് മാറ്റുന്നതിനുള്ള അത്യാധുനിക മോട്ടോറുകളും മറ്റ് ഹോസുകളുമൊക്കെ ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. വൈദ്യസഹായത്തിനും പരിക്കേറ്റവർക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 50 തൊഴിലാളികളാണ് ഈ ടണലിൽ ഇന്നലെ ജോലിക്കുണ്ടായിരുന്നത്. അതിൽ 42 പേരെ, ഇന്നലെ 43 പേരെ രക്ഷപ്പെടുത്തിയെന്നായിരുന്നു കമ്പനി പറഞ്ഞെങ്കിൽ 42 പേരെ പുറത്തേക്ക് എത്തിക്കാൻ ആയിട്ടുണ്ട്. ഏതായാലും ബാക്കി 8 പേരാണ് അവിടെ പെട്ടുകിടക്കുന്നത്. നേരത്തോട് നേരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. നിലവിലും അവരുടെ അടുത്തേക്ക് എത്താൻ ആയിട്ടില്ല. പലപ്പോഴും നമ്മുടെ സൈന്യം ഇത്തരത്തിൽ ടണലിൽ കുടുങ്ങിയ ആളുകളെയൊക്കെ രക്ഷിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സൈന്യത്തിന്റെ ഈ പ്രവർത്തനത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു കഴിയുകയാണ് ഇപ്പോൾ തെലങ്കാന സർക്കാരും ഈ അപകടത്തിൽപ്പെട്ടവരുടെ